നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കൊടും ദുരന്തം കഴിഞ്ഞ് 4 മാസം പിന്നിട്ടു. ഇന്നത്തെ വയനാടിൻ്റെ അവസ്ഥ എന്താണ്? ദുരന്തകാലത്ത് പെരുമഴ പോലെ പെയ്ത വാഗ്ദാനങ്ങൾ, ഏക്കർ കണക്കിന് ഭൂമിയും കോടിക്കണക്കിന് രൂപയും വയനാടിന് നൽകുമെന്ന് പ്രഖ്യാപിച്ച് വാർത്തയായവരിൽ എത്ര പേർ പിന്നെ വയനാട്ടിലെത്തി? ചൂരൽമലയിൽ ബെയിലി പാലത്തിനടിയിലൂടെ പുന്നപ്പുഴ ഇപ്പോഴും ശാന്തമായി ഒഴുകുന്നു, തെളിഞ്ഞ വെള്ളം. പക്ഷേ ഈ പാലത്തിനപ്പുറം ആൾപ്പാർപ്പില്ല. പഴയ സ്കൂളും വില്ലേജ് ഓഫീസും പള്ളിയും അമ്പലവും മദ്രസയും പാർട്ടി ഓഫീസുകളും ക്ലബും അങ്കണവാടിയും പാടിയും ഒന്നുമില്ല. പറച്ചിലും പാട്ടും ആൾക്കൂട്ടവും വഴിയരികിലെ പെട്ടിക്കടയും അയൽപ്പക്കത്തെ വിശേഷം പറച്ചിലുമില്ല. പുഞ്ചിരിമട്ടത്തെ കോട കാണാൻ എത്തുന്ന സഞ്ചാരികൾ ഇല്ലേയില്ല. ചൂരൽമലയുടെ മണ്ണിനടിയിൽ 47 മനുഷ്യർ ഇപ്പോഴും എവിടെയൊക്കെയോ പുതഞ്ഞു കിടക്കുന്നു. ചൂരൽമലയിൽ നടന്ന മഹാദുരന്തത്തിൽ 251 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. 47 പേരെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. 18 പേരെ തിരിച്ചറിയാനുണ്ട്. ചൂരൽമല പ്രദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ച നടുക്കത്തിന് 4 മാസം പ്രായമായി. 100 കണക്കിന് മനുഷ്യരുടെ പ്രാണനുകളെ കല്ലും മണ്ണും ചെളിയും ചേർന്ന് തല്ലിക്കെടുത്തിയ ആ ദുരന്തമറിഞ്ഞ് വയനാട്ടിലേക്ക് സഹായ വാഗ്ദാനങ്ങൾ മറ്റൊരു ഉരുൾപൊട്ടൽ പോലെ പ്രവഹിച്ചതും നമുക്ക് ഓർമ്മയുണ്ട്. എന്നാൽ പല മട്ടിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നിമിത്തം ആ സഹായങ്ങളിൽ പലതും വയനാട്ടിലേക്ക് എത്തിയിട്ടില്ല. പ്രധാനമന്ത്രി എത്തി ദുരിതബാധിതരെ ആശ്വസിപ്പിച്ചെങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങളും ഈ നിമിഷം വരെയും വാഗ്ദാനം മാത്രമായി തുടരുന്നു. കൽപ്പറ്റയിലും നെടുമ്പാലയിലും സ്ഥലമേറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ രൂപരേഖ തയ്യാറാക്കി. വീടുകളും സ്കൂളും മൈതാനിയും ആശുപത്രിയും എല്ലാമുള്ള ഈ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരവും നൽകി. പക്ഷേ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചതോടെ അതും മുടങ്ങിക്കിടക്കുന്നു. ഒട്ടേറെ സംഘടനകൾ നേരിട്ട് സഹായിക്കുന്നുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ 47 വീടുകളുടെ നിർമ്മാണം നടക്കുന്നു. വയനാടിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ സംഘടനകൾ വീട് നിർമ്മിക്കുന്നുണ്ട്. ഭരണകൂടവുമായി ബന്ധപ്പെടാതെ ഗുണഭോക്താക്കളെ കണ്ടെത്തുമ്പോൾ അർഹതപ്പെട്ട പലരും അവഗണിക്കപ്പെടുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയും വീടുകളും വാഗ്ദാനം ചെയ്തവരുടെ യോഗം സർക്കാർ ഇതുവരെയും എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? ഒരു വലിയ ദുരന്തത്തിൻ്റെ നിവാരണ ശ്രമങ്ങൾക്ക് എന്തിനാണ് ഇത്രയധികം കാലതാമസം എന്ന രാഷ്ട്രീയ ചോദ്യം ആ മലനാടൻ മണ്ണിൽ മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. സഹായ വാഗ്ദാനങ്ങൾ പലതും വൃഥാവിലാണ്. ദുരന്തബാധിത മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു ദുരിതമാണ് ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പ തുകയുടെ തിരിച്ചടവിനായുള്ള സമ്മർദ്ദം. ഈ പ്രദേശത്തുള്ളവർ വിവിധ ബാങ്കുകളിൽ നിന്ന് ആകെ കടമെടുത്തത് 26 കോടി രൂപയാണ്. ഇതിൽ കേരള ബാങ്കിന് ലഭിക്കാനുണ്ടായിരുന്ന 6 കോടി രൂപ മുഴുവനായും ബാങ്ക് എഴുതിത്തള്ളി. പക്ഷേ ദേശസാത്കൃത ബാങ്കുകൾ 1 രൂപ പോലും എഴുതിത്തള്ളില്ല. മറ്റ് സ്വകാര്യ ബാങ്കുകൾ നിർബന്ധിത പണപ്പിരിവ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദുരന്തമേഖല സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക വിജ്ഞാപനം വന്നാൽ ദേശസാത്കൃത ബാങ്കുകൾ ലോണുകൾ എഴുതിത്തള്ളാൻ കഴിയും. പക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദുരന്തത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ പലരും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. ഇപ്പോൾ തുടർ ചികിത്സയ്ക്കായി അവരിൽ നിന്നും ആശുപത്രികൾ പണം ആവശ്യപ്പെടുകയാണ്. 1984 പുഞ്ചിരിമട്ടത്തൂരിൽ പൊട്ടിയിരുന്നു. അന്ന് എസ്റ്റേറ്റ് തൊഴിലാളികളാണ് മരിച്ചത്. പിന്നെ പൊട്ടിയത് 2020. തലേ ദിവസം തന്നെ നാട്ടുകാരെ ഒഴിപ്പിച്ചത് കൊണ്ട് ആളപായം ഉണ്ടായില്ല. 24 വീണ്ടും ഉരുൾപൊട്ടൽ. എല്ലാം നഷ്ടമായവരാണ്. ജീവിച്ചിരിക്കുന്നവരിൽ പലർക്കും അച്ഛനമ്മമാരില്ല, മക്കൾ നഷ്ടപ്പെട്ടവർ, ഭാര്യയെയും ഭർത്താവിനെയും കാണാതായവർ, അന്തി ഉറങ്ങാനുണ്ടായിരുന്ന കൂര പോലും ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോയവർ. ഇനിയും വയനാട് ദുരന്തത്തെ ഇങ്ങനെ അവഗണിക്കരുത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഗൗരവമായി വേഗത്തിൽ ഇടപെട്ട് മനുഷ്യത്വപരമായ തീരുമാനങ്ങളെടുത്ത് ഈ പാവങ്ങളുടെ കണ്ണീരൊഴുക്കിന് അറുതി വരുത്തണം. അപേക്ഷയാണ്.